ഹലോ, അസ്സാം വലൈക്കും. നമുക്ക് ചിക്കൻ എങ്ങനെ മുളകിടുന്നത് നോക്കട്ടെ. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 പട്ട, 2 ഏലക്ക എടുത്ത് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 1/2 കിലോ ചിക്കൻ്റെ മെഷർമെൻറ്റാണ് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. സവാള കൂടി പോകരുത് കേട്ടോ. 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, പേസ്റ്റ് ആക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുത്ത് അതിലേക്കൊരു തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല ഇഷ്ടപ്പെടുന്നവർ, കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നൊക്കെ ഒക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചു കൊടുക്കുക. ഒറ്റ വിസിലേ വേണ്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എയർ പോയാൽ കുക്കർ തുറന്നിട്ട് ഒരു 2 അല്ലി വേപ്പില, ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.